സ്ഥലം ഗുജറാത്തിലെ അഹമ്മദാബാദ്. എത്തിച്ചേർന്ന ആദ്യ ദിനം താമസിക്കുന്ന ഡോർമെട്രിയിൽ നിന്നും പുറത്തേക്ക്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ റസിൻ, ഞാൻ വിഷ്ണു. എല്ലാവർക്കും റിമേഷ് ആൻഡ് സുരേഷ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിൽ ഹാർദമായ സ്വാഗതം. അങ്ങനെ ഞങ്ങൾ അഹമ്മദാബാദ് റൂം എടുത്തിട്ട് അവിടെ ബാഗൊക്കെ കൊണ്ട് സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി. യെസ്, എല്ലാവരും കയറി ബരീൻ. പുരാനി ദില്ലിക്ക് മഷ്ഹൂർ ബിരിയാണി നമുക്ക് ട്രൈ ചെയ്യാം. ഒപ്പം എന്തും ഷെയർ ചെയ്യുന്ന ഇവിടുത്തെ ആളുകളുടെ വലിയ മനസ്സ് കണ്ട് നമുക്ക് പള്ളതരയ്ക്കാം. അപ്പോൾ എല്ലാ ഹമുക്കുകൾക്കും രമേശ് ആൻഡ് സുരേഷ് വ്ലോഗ്സിന്റെ പുത്തൻ വീഡിയോയിലേക്ക് പെരുത്ത സ്വാഗതം. സ്യൂട്ടിന്റെ ഒക്കെ കട കേട്ടോ. പഴയ ഡൽഹിയിലെ പ്രശസ്തമായ ബിരിയാണി എന്ന ബോർഡ് കണ്ടാണ് ഈ കടയിലേക്ക് കയറിയത്. വിഷ്ണു ഡൽഹി താമസിച്ചിട്ടുള്ളതാണ്, എനിക്കാണെങ്കിൽ യാതൊരു പിടിയുമില്ല. എന്നാലും ഒന്ന് ട്രൈ ചെയ്യാം. കടയ്ക്ക് അല്പം വൃത്തി കുറവുണ്ട്, ടേബിളും ചെയറും ഒക്കെ ക്ലീനാണ്. ചിക്കൻ ബിരിയാണി എഴുതിയിരിക്കുന്നത് അത് കിട്ടുമായിരിക്കും. ഇവിടെ ഹാഫ് ഫുള്ളും ഉണ്ട്, ഹാഫ് 60-ഉം ഫുള്ള് 100-ഉം. ഓൺലി ചിക്കൻ ബിരിയാണി അല്ല, ഓൺലി ചിക്കൻ ബിരിയാണി എഴുതിയേക്കുക. ഉപ്പ്, മസാല പോരെങ്കിൽ ഇടാൻ, ഈ മസാല ഇടാതെ കുറച്ചുണ്ടാക്കി തരാമോ? അപ്പം ഗുജറാത്തിൽ വന്നിട്ട് നമ്മൾ ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് ആ പഴയ ഡൽഹിയിലെ പ്രശസ്തമായ ബിരിയാണി. ഒരു വലിയ കലത്തിനകത്ത് തീരാറായിട്ടുണ്ട്. ഇവർക്ക് നാണം വരുന്നത് കേട്ടോ. നല്ല നീളമുള്ള അരിയാണ്, കളർഫുൾ. എന്തിനാണോ എന്തോ. ഇലക്ട്രിക് ത്രാസിൽ തൂക്കിയാണ് എടുക്കുന്നതെങ്കിലും രണ്ട് തൂക്കവും വ്യത്യസ്തമാണ് എന്നതാണ് രസം. അവൻ്റെ വരവിനായി ഞാൻ കാത്തിരിക്കുകയാണ്. ഇവൻ്റെ അല്ല കേട്ടോ, പുറകെ വരുന്ന ബിരിയാണിയുടെ കാര്യം പറഞ്ഞു. മറ്റേ വലിയ റൈസ്, ബസുമതി റൈസിൻ്റെ ബിരിയാണി. വലിയ റൈസാണ്, പക്ഷേ മസാലയുടെ ഹെവി ഗ്യാസ് ഇതിനകത്ത് നിന്നാണോ വരുന്നത്, പുറത്തുനിന്നാണോ അറിയത്തില്ല. ദൈവമേ പണി കിട്ടല്ലേ എന്നുള്ള പ്രാർത്ഥനയോടെ ആദ്യമായി ട്രൈ ചെയ്യുന്നു ഉള്ളി ചിക്കൻ ബിരിയാണി. മസാല ഉണ്ടല്ലോ, നമ്മളന്ന് ഒരു മുട്ടക്കറി കഴിച്ച ഓർമ്മയുണ്ടോ? ആ മസാല ഒരുപാട് സഫർ ചെയ്യും മോനെ. അതാ ചിക്കൻ എത്ര ഉണ്ടോ നോക്കി, ചിക്കൻ എത്ര ഉണ്ടോ നോക്ക്. ചിക്കൻ ഉണ്ടോ കാണിക്കാതെ. A small piece and another L piece. എങ്ങനെയുണ്ട്? നല്ലൊരു പുകച്ചിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് കഴിച്ചാൽ കണ്ണിൽ വരെ വെള്ളം വരും. വെയിറ്റ് ചെയ്യൂ, കാണാം. നല്ല മസാല കണ്ടോ അതേണ്ട. ഇത്ര മസാല വേണമായിരുന്നു. പച്ചച്ചോറ് കിട്ടിയാൽ നല്ലതായിരിക്കും ഇതിൻ്റെ കൂടെ. ഇരുതേട്ടെ ചിക്കൻ്റെ ചെറിയ പീസസാണ്. ഞാൻ വല്ലാതെ ഓർക്കുന്നു ഞങ്ങൾ 1 കിലോ ബിരിയാണി കഴിച്ചതിൻ്റെ കാര്യം. ഞങ്ങൾ ഓർഡർ ചെയ്തത് ഹാഫ് പ്ലേറ്റ് ആണ്. ഒരെണ്ണത്തിന് 60 രൂപ. 2 കുഞ്ഞൻ പീസ് ചിക്കൻ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ മുംബൈയിൽ കഴിച്ച ഹാഫ് പ്ലേറ്റ് ബിരിയാണിയേക്കാൾ കുറവാണ്, പക്ഷേ അതിലും നിറവുമുണ്ട്. പരക്കുന്ന മസാലയുടെ ഗന്ധം മൂക്കിലൂടെ തുളഞ്ഞു കയറുന്നു. വായിലിട്ടാൽ പിന്നെ പറയണ്ട. കണ്ണിൽ കൂടിയും മൂക്കിൽ കൂടിയും വെള്ളം വരും, ചെവി കൂടെ പുകയും. യവന്മാരിനകത്ത് പാൻ മസാല വല്ലതും ഇട്ടോ എന്നാണ് സംശയം. അത്രയ്ക്ക് പവർഫുൾ സാധനം. ശരിക്കും ഈ കഴിച്ചതിൻ്റെ എഫക്റ്റ് ഇനി നാളെ അറിയാൻ പറ്റത്തുള്ളൂ. മസാല നല്ല ടേസ്റ്റിയാണ്, പക്ഷെ നല്ല ഹെവി മസാലയാണ്. ഈ മറ്റേ ആ ഒരു ഗ്രാമം ഉണ്ടല്ലോ, അത് ഹെവിയാണ്. ഇവരോട് ചോദിച്ചാലോ ഇത്തിരി പച്ചച്ചോറ് കിട്ടുമോ? ഞാൻ തന്നെ ഫിനിഷ് ചെയ്തു.
കണ്ണും മൂക്കും ചെവിയും എല്ലാം തുറന്നു കേട്ടോ. പുകയുന്ന എല്ലാവരും ഇരുന്നു. എൻ്റെ മുഖത്തോട്ട് എന്നോ നോക്കിയേ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോന്ന്. അങ്ങനെ ഒരു ഇഷ്ടവും ഫിനിഷ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞങ്ങൾ രണ്ടുപേർക്കും ഒരു അവാർഡുണ്ട്. പാത്രം തന്നെ വെക്കുമല്ലേ? മൂലമറ്റ കണക്ഷൻ ശരിയായി തോന്നുന്നു. നല്ല പൈസ പേ ചെയ്യാണ് സുഹൃത്തുക്കളെ. ഊറ്റിയൊക്കെ എടുക്കാൻ കേട്ടോ. ഇതേ റോഡിൽ കൂടെ നമ്മൾ അങ്ങോട്ട് പോയതായിരുന്നു, നമ്മുടെ സ്റ്റേയുടെ അവിടെ വിട്ട്. അപ്പം സ്റ്റേയുടെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് പോകുന്നത് ബാൻഡ്ര ഫോർട്ടിലേക്കാണ്. മെയിൻലി നമ്മളിവിടെ കൂടെ നടക്കുന്നതിന് കാരണം ടണലുള്ളതുകൊണ്ടാണ്. ടണൽ നമ്മൾ രാവിലെ വന്നപ്പം ഇവിടെ തുടങ്ങുന്നേ ഉള്ളായിരുന്നു കച്ചവടം. ഓർത്ത് നോക്കിയേ, ഇപ്പോൾ സമയം 2 മണി അങ്ങാണ്ട് കഴിഞ്ഞതേ ഉള്ളൂ. ഫുൾ കച്ചവടമായി. ചെരുപ്പ്, വളകൾ, ഷർട്ട്, പാൻറ്, ലേഡീസ് ഐറ്റം എല്ലാം ഉണ്ട്. നമ്മൾ ഈ പോകുന്ന മാർക്കറ്റ് പലയിടങ്ങളിലും പല പേരുകൾ കേട്ടു. ലാൽ ദർവാസ മാർക്കറ്റ് എന്നും ഭദ്രകാളി മന്ദിർ മാർക്കറ്റ് എന്നും പല പേരുകൾ. 10-11 മണിയോടെ ആരംഭിക്കുന്ന ഇവിടുത്തെ കച്ചവടം രാത്രിയിൽ വരെ നീളും. ലോക്കൽ സ്ഥലങ്ങളിൽ ഉണ്ടാക്കിയതും റീഫർബിഷ് ചെയ്തതുമുള്ള പല പ്രൊഡക്റ്റുകൾ ഇവിടെ കാണാം. തുണിത്തരങ്ങളിൽ പ്രത്യേകിച്ച് പുരുഷന്മാരുടെ റീയൂസ്ഡ് ക്ലോത്ത്സ് ആണ്. എന്നാൽ വില കുറഞ്ഞതും പുതിയതുമായ സ്ത്രീകളുടെയും കുട്ടികളുടെയും കുറേ സാധനങ്ങൾ ഇവിടെ ലഭ്യമാണ്. സുഹൃത്തുക്കൾ, ഇതേണ്ട ഇതെന്ത് പറയുക, നമ്മുടെ പറഞ്ഞാൽ കാലിടുന്ന മറ്റേ പാദസരം, കമ്മലുകളെ, ആഭരണങ്ങൾ, പൊട്ട്, വള, മാല, കമ്മൽ, പാദസ്വരം മുതൽ അല്പം മൂത്തവർക്കിടാറുള്ള ചങ്ങല വരെ ഇവിടെ കിട്ടും. ഇവിടെ തൂക്കുന്നുണ്ട്, വൃത്തിയാക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഫുൾ കളർഫുള്ളാണ്. രണ്ട് നെയിൽ പോളിഷൊക്കെ ഇരിക്കുന്നു. സ്ത്രീകളൊക്കെ വരുവാണെങ്കിൽ അവർക്ക് ഇതൊക്കെ കണ്ട് മേടിക്കുകയൊക്കെ ചെയ്യാം. 300 രൂപ വില വരുന്ന ആ ഒരു റേഞ്ചിൽ വരുന്ന മാലകളാണ് ഇതൊക്കെ. ഈ കിട്ടിയ ഭയ്യ ഈ സെക്കൻഡ് വല സെക്കൻഡ് ഇതിനൊക്കെ 300-350 രൂപയാണ്. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. ഫാൻസി ജ്വല്ലറീസ്, സ്ത്രീകൾക്കുള്ള കമ്മല്, ജിംക, നിറയെ കല്ലുകൾ പതിച്ച കളർഫുൾ മാലകളും കമ്മലുകളും. സ്പ്രേയും അത്തറും പൗഡറും ലിപ്സ്റ്റിക്കും കണ്ണാടിയും കണ്ണടയും കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും ബലൂണും പാവകൾ അങ്ങനെ പലതും. അങ്ങനെ അവസാനം ഇവിടെ എത്തി. വെള്ളത്തിലിട്ടാൽ വീർക്കുന്ന മറ്റേ സാധനം. ഇതിന്റെ പേരറിയാത്തവർ താഴെ കമന്റ് ചെയ്യണേ. ജെല്ലി ബബിൾ എന്ന് വല്ലതും ആയിരിക്കും ഇതിന്റെ പേര്. पानी में डालना बड़ा होगा. वीडियो चालू करो. ये पानी में डालते तो बड़ा होता है. കേട്ടോ, ഇത് വെള്ളത്തിനകത്ത് സോക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത്രയും വലിയ സൈസാകും. ഈ 3 20 രൂപ. ഈ കിത്തേക്കാ ഭയ്യ? 20 का भैया. അതും 20-ൻ്റെയാണ്. വേണ്ട, ഇതുപോലെ കുപ്പി നിറഞ്ഞ് വെക്കാൻ പറ്റും. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഒരു ചെറിയ മൃഗങ്ങളുടെയൊക്കെയാണ്. 20 रुपया. റോസാപ്പൂവിന്റെ ആകൃതിയിലും പല ആനിമൽസിന്റെ ആകൃതിയിലുമൊക്കെ ഉണ്ട്. വിഷ്ണുവിന് കുഞ്ഞു മനസ്സാണ്. ബാർഗെയിൻ ചെയ്ത് 4 കവർ സാധനം വാങ്ങി 50 രൂപ. स्टार्टिंग करना है ना भाई, तो कुछ ना कुछ तो डालना ही पड़ेगा. हाँ यार, सही बात बोला. इसके लिए भी चाहिए होता है ना. हाँ, ये सारी चीज़ों के लिए भी चाहिए ना. हम सब है ना कांटेक्ट चालू करने वाले, कांटेक्ट बनाएंगे. हाँ यार, वही तो यहाँ की बात है. हमें भी तो पता चलना चाहिए, हम दूर से आ रहे हैं. आप मतलब क्या ब्लॉग बना रहे, कांटेक्ट बना रहे? हाँ, ब्लॉग बना रहे हैं. ब्लॉग बना रहे. हाँ, मुझे एक ये चाहिए, एक ये चाहिए, ये चाहिए. 10 नहीं भैया, 50 के 4 ले लो बस. चलो लो, 50 के 4, 50 का 4. അവരാണെങ്കിൽ ബീഹാറികളാണ്. പാൻ മസാല കയ്യിലിട്ട് തിരുമി കൂടെയുള്ളവനും കൊടുത്ത് അവനെയും കൂടെ നശിപ്പിക്കാനുള്ള മനസ്സ് കണ്ടില്ലേ. എന്നിട്ട് അവൻ തന്നെ പറയുക അവർ ബീഹാറി ബാബുവാണ്, ചൈനി ഖൈനി തിന്നുവാണെന്ന്. चलो हाँ. हम सब बिहारी है, देखो खैनी खाते. खैनी खाते बिहारी बाबू है. आप कहाँ से आए हो? केरल से. अच्छा, केरल. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നാടവിടം തിരക്കുകയാണ്. നമ്മൾ കേരളത്തിൽ നിന്നാണെന്ന് കേട്ടപ്പോൾ വായിലിട്ട പൊടിയുടെ ആ ട്രിപ്പിൽ ഒരു വളിച്ച പാട്ട് പാടി മോണ കാട്ടുന്നുണ്ട്. भाई को लाइक सब्सक्राइब करना, भाई बहुत सपोर्ट कर रहा है. നിറയെ ആളുകൾ തിങ്ങി നടക്കുന്നു.
ഇടയ്ക്ക് പേഴ്സും മൊബൈലും മറ്റും മോഷണം പോകാതെ നോക്കുന്നുണ്ട്. ഒന്നും പറയാൻ പറ്റത്തില്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യൂ. ഇതേ പ്ലേസാണ് ഞങ്ങൾ രാവിലെ കണ്ടത്. ഫുൾ ഇപ്പോൾ കച്ചവടമായിട്ട് ഫുൾ ഇത് ആഴ്ച ഏതായിരുന്നു? ബുധനാഴ്ച ആയിരിക്കും. ഇത് ബുധനാഴ്ച എങ്ങാണ്ടായിട്ട് ഇതുപോലെ തിരക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ചാനൽ ജോയിൻ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. യാത്ര തുടരുകയാണ്. അപ്പോൾ ബാക്കി യാത്രയിലെ കാഴ്ചകൾ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.